സ്വയം പവർ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിച്ച് ദിലീപും സംഘവും. ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയാണ് ദിലീപ് ചിത്രം പവർ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിച്ച് പങ്കുവച്ചത്. സിനിമയിൽ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിരുന്നു. വിശദാംശങ്ങളുമായി റോഷിപാൽ ചേരുന്നുണ്ട്. റോഷിപാൽ, ഈ പവർ ഗ്രൂപ്പിന്റെ തലവൻ അത് നടൻ ദിലീപാണെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. വിവരങ്ങൾ. നമുക്കറിയാം 2017 ഫെബ്രുവരി 17 നടി കൊച്ചിയിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു മുമ്പ് വരെ മലയാള സിനിമ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലം നടൻ ദിലീപിൻ്റെ കൈകളിലായിരുന്നു. പവർ ഗ്രൂപ്പ് എന്ന 15-അംഗ സംഘം, സിനിമാ മേഖലയിലെ മാഫിയ സംഘം, ആ സംഘത്തിൻ്റെ തലവൻ ദിലീപാണെന്നുള്ള സൂചനകളും പുറത്തു വന്നു. ആ വിവരങ്ങൾ നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത ആൾ അല്ലെങ്കിൽ ഡ്രൈവർ കൂടിയായ അപ്പുണ്ണി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റ് കൃത്യമായി ഒരുമിച്ച് നിന്നുള്ള ദിലീപിനെ മധ്യത്തിൽ നിർത്തി ഇരുഭാഗത്തുമായി ദിലീപിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവരെയും വെച്ചുകൊണ്ട് ടീം പവർ ഗ്രൂപ്പ് എന്ന് എഴുതുകയും ചെയ്തു സാമൂഹ്യ മാധ്യമത്തിൽ. ഏതായാലും ഈ പവർ ഗ്രൂപ്പ് എന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ മാഫിയ ഉണ്ടെന്ന് നേരത്തെ തന്നെ പറയുകയും ചെയ്തു. അത് ഉറപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുന്ന രീതിയിൽ രണ്ട് തരത്തിൽ അത് വ്യാഖ്യാനിക്കാൻ കഴിയും. ഒന്നുകിൽ അത് പരിഹസിക്കുക, ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ പരിഹസിക്കുക, അതല്ലെങ്കിൽ തങ്ങളാണ് പവർ ഗ്രൂപ്പ് എന്ന അവകാശവാദം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് ഈ അപ്പുണ്ണി എന്ന ദിലീപിൻ്റെ വിശ്വസ്തനായ ഡ്രൈവറിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ദിലീപ് ഒരുമിച്ച് നിന്ന് ആ ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുറിപ്പുണ്ടായത്. ഏതാണ്ട് അതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രധാനപ്പെട്ട സിനിമാ പ്രവർത്തകരും ഈ കാലയളവിൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയിൻ്റെ കടിഞ്ഞാൺ ദിലീപ് എന്ന നടൻ്റെ കൈവശമായിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം കേസിലെ 8ാം പ്രതിയായി ദിലീപ് മാറുന്നതിന് ശേഷമാണ് സിനിമയുടെ കടിഞ്ഞാൺ ദിലീപിൻ്റെ കയ്യിൽ നിന്നും നഷ്ടമാകുന്നത് എന്നടക്കം പല സിനിമാ പ്രവർത്തകരും ആരോപിച്ചിരുന്നു. സിനിമാ മേഖലയിൽ ആരഭിനയിക്കണം, ഏതൊക്കെ സിനിമ കൃത്യമായി പുറത്തിറങ്ങണം എന്നടക്കം തീരുമാനിക്കുന്നതിൽ ദിലീപിന് നിർണായക പങ്കുണ്ടായിരുന്നു എന്നാണ് പല സിനിമാ പ്രവർത്തകരും പറഞ്ഞത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.